ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സീജ കുഞ്ഞപ്പൻ. ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴവൂരെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 3 വർഷമായിട്ട് കാനഡയിൽ ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 15-നാണ്. 2022 ആണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. ഞങ്ങൾ 11 വർഷമായിട്ട് മൗറീഷ്യസിലായിരുന്നു. അവിടെ നിന്ന് പല സ്ഥലത്തോട്ടും പോകാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതെല്ലാം മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ 2022 ഞങ്ങൾ കാനഡയ്ക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ആദ്യമായിട്ട് നമുക്ക് അവിടുത്തെ പ്രൊവിൻസ് നോമിനേഷൻ, അതായത് PNP എന്ന് പറയുന്നത് കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ടും അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേച്ചി വഴി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു. സഞ്ചാര മാതാവാണ്, നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 7 ദിവസത്തിനകം ഒരുപാട് നാളായിട്ട് കിട്ടാണ്ടിരുന്ന പ്രൊവിൻസ് നോമിനേഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കിയുള്ള പേപ്പറെല്ലാം വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. നോർമലി അവിടെ നിന്ന് 12 വീക്സിനകം വർക്ക് പെർമിറ്റ് കിട്ടേണ്ടതാണ്. അങ്ങനെ 12 വീക്സ് ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു, ഫാമിലിയായിട്ട് പോന്നു. അങ്ങനെ 3 മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എന്നിട്ടും വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും ജോലിയില്ലാണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി വിഷമിച്ച്, അങ്ങനെ ആദ്യം എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട്. ഇതെല്ലാം പാലിക്കാൻ പറ്റുമോ എന്ന് ഒരുവിധം എല്ലാവരുടെയും പേടിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ധൈര്യത്തോടു കൂടി ഉടമ്പടി എടുക്കണം. അങ്ങനെ 2023 മാർച്ച് 15-ന് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി വിശ്വാസത്തോടു കൂടി എടുത്തു. പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണമേ, ഇത് പറഞ്ഞ് എനിക്ക് പത്രം കൊടുക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് മാതാവിനോട് ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ ഒരു കുഞ്ഞിനും വർക്ക് പെർമിറ്റ് വിസ സ്റ്റാമ്പിങ്ങിന് വന്നു. 6 മാസമായിട്ടും വരാണ്ടിരുന്ന വർക്ക് പെർമിറ്റ് ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ കിട്ടി. അത് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് പത്രം കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ 1-2 മാസത്തിനകം ഞങ്ങൾ കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും പേഴ്സണൽ കെയർ അസിസ്റ്റൻ്റായിട്ടാണ് ജോലി ചെയ്യാനായിട്ടാണ് അവിടെ പോയത്. അവിടെ ജോലി ചെയ്തു. അങ്ങനെ PR-ന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിട്ട് എടുത്തു. PR കിട്ടുവാൻ വേണ്ടി 1 മാസത്തിനകം ഞങ്ങൾക്ക് കാനഡയിൽ PR കിട്ടി. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങൾ NCLEX RN എന്ന എക്സാം. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അത് എഴുതാൻ പോലും ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം 2005 ഡിപ്ലോമ നേഴ്സിംഗ് പാസ്സായ എനിക്ക് അതിനൊരു മെറിറ്റുമില്ല. അത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ജോലി ചെയ്തുള്ള പരിചയം മാത്രമേ ഉള്ളൂ. തിയറിറ്റിക്കലി ഞാനൊരു ബിഗ് സീറോയാണ്. അച്ഛൻ പറയുന്നത് പോലെ സീറോയിലും താന്നാണ് എൻ്റെ യോഗ്യത. അങ്ങനെ പക്ഷേ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് മാതാവ് എനിക്ക് അതിന് ശക്തി തന്നിരുന്നു. പഠിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് അതിനുള്ള ശക്തി തന്നു. ഞാൻ കൂടുതലും സാക്ഷ്യങ്ങൾ കേട്ടു. സാക്ഷ്യങ്ങളിലൂടെ പല അനുഭവങ്ങൾ എനിക്ക് തന്നു, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാൻ 2024 ഓഗസ്റ്റിൽ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് തരുമെന്ന്. അങ്ങനെ എൻ്റെ ഓഗസ്റ്റിലാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ ആ മാസം തന്നെ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ച് ഉപ്പ് കയ്യിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ട് തൈലം നെറ്റിയിൽ പൂശി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉപ്പൊന്നും നമുക്ക് കയറ്റാൻ പറ്റത്തില്ല, ഒരു തുള്ളി ഒരു ഉപ്പുള്ളൂ. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് തൈലം കമ്പ്യൂട്ടറിൽ പൂശി ഞാൻ എക്സാം എഴുതി. 5 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു, 150 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം തന്നെ ഞാൻ
ഓരോ തവണയും ആൻസർ എഴുതുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി നന്മ നിറഞ്ഞു മറിയവും ചൊല്ലിയാണ് എഴുതുന്നത്. ഇതിനൊക്കെ എനിക്ക് എങ്ങനെ സമയം കിട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. 5 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ 4.5 മണിക്കൂറിൽ എഴുതി കഴിഞ്ഞു. അത് ഞാൻ വിശ്വാസത്തോടെ ഓരോ തവണയും എഴുതുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചെഴുതി. ഭാഗ്യവശാൽ എനിക്ക് അത് എൻക്ലക് സാറെന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്, എല്ലാ ഇതിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പീഡിയാട്രിക്, മറ്റേണിറ്റി, സൈക്യാട്രി അതൊന്നും അറിയില്ല. അതിൽ നിന്നൊക്കെ എനിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും എനിക്ക് അറിയാവുന്ന ഭാഗത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഭാഗത്തു നിന്ന് മാത്രമാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതെല്ലാം മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്ന് ഞാൻ 2 ദിവസത്തിനകം റിസൾട്ട് കിട്ടും. എൻ്റെ റിസൾട്ട് വന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം അവിടുത്തെ 3:30 മണിക്കാണ് ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ലൈവ് ധ്യാനം നടക്കുന്നത്. വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പ്രയർ റിക്വസ്റ്റ് ഇട്ട് മാതാവേ അർഹതയുണ്ടെങ്കിൽ എന്നെ പാസ്സാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ഡ്യൂട്ടിയുടെ സമയത്താണ് എൻ്റെ റിസൾട്ട് വന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു, ഞാൻ ഒരിക്കലും അവിടെ നിന്നുകൊണ്ട് റിസൾട്ട് നോക്കത്തില്ല. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് കാശിരുമ്പം പിടിച്ചേ റിസൾട്ട് നോക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് നോക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. ഞാൻ കാശിരൂപം വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഇതിനു മുമ്പ് എനിക്ക് ഇത്രയും ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. വിശ്വാസ പ്രമാണം ഇത് എന്ന് ഉടമ്പടി എടുത്തോ അന്ന് തൊട്ടാണ് ഞാൻ ഇത്രയും ശക്തിയുള്ള പ്രാർത്ഥന അറിയുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഹസ്ബൻഡ് റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ്സായി. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഒരു യോഗ്യതയില്ലാത്ത നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതാണ് എൻ്റെ ജീവിതം. ഒരിക്കലും ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ അത് പാസ്സാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 പ്രാവശ്യം ട്രൈ ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഇതിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അങ്ങനെ ആദ്യത്തെ തവണ തന്നെ എനിക്ക് എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്ട്രേഡ് നേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്കൊരു 9:30 സമയം കിട്ടിയത്. അന്നത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു 9:30 മാതാവ് അനുഗ്രഹം കാണിക്കുമെന്ന്. അപ്പോൾ എനിക്കൊരു പേടിയില്ലായിരുന്നു. അപ്പം എനിക്ക് അറിയാം എന്നെക്കുറിച്ചാണ് മാതാവ് പറയുന്നതെന്ന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ആദ്യമൊക്കെ സംശയമായിരുന്നു, ഇവർ പറയുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാകുമോ, ഞാൻ പറയുന്നത് മനസ്സിലാകുമോ. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങോട്ടാണ്, ഏത് ഹോസ്പിറ്റലിലാണ് വേണ്ടതെന്നാണ്. അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയെന്നാണ്. അത് അങ്ങനെ ആരോടും തന്നെ പറയാറില്ല. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇൻ്റർവ്യൂവിന് മുമ്പ് എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, ആരും ചവിട്ടാത്തടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവേ എനിക്ക് ജോലി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ യാതൊരു തടസ്സവും കൂടാണ്ട് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനും അവിടെ ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാനും സാധിച്ചു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന്. എല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ സ്വന്തമായിട്ടൊരു ഭവനം മേടിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരുന്നപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഒരു കനേഡിയൻ ഫാമിലി തന്നെ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ വീട് വിൽക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഇതെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അങ്ങനെ അവിടെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. ഞാൻ അറിഞ്ഞിടത്തോളം എപ്പോഴും മാർക്കറ്റിലിട്ട് റിയലാറ്റർ വഴിയാണ് എപ്പോഴും ഹൗസ് സെയിലിംഗ് നടക്കുന്നത്. ആരാണോ കൂടുതൽ പൈസ ഇടുന്നത് അവർക്കാണ് ആ വീട് കിട്ടുന്നത്. പക്ഷേ ഇവർ തന്നെ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് അവർ ഞങ്ങൾക്ക് വീട് തന്നു. ഞങ്ങൾക്ക് വീട് കാണാനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വീട് കണ്ടു കഴിഞ്ഞ് ഞാൻ ആരും ചവിട്ടാത്തടുത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആ വീടും ഞങ്ങൾക്ക് കിട്ടി. ആ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഹാളുണ്ട് ആ വീടിന്. അപ്പം എൻ്റെ ആഗ്രഹം ഒരു ഹാള് പ്രെയർ റൂമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആ ഹാളിൽ പ്രെയർ റൂമാക്കുവാനും മാതാവിൻ്റെയും ഈശോയുടെയും എന്നും പ്രാർത്ഥിക്കുവാനും ഉള്ള അനുഗ്രഹം കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഒരു വീടുമായി. അത് കഴിഞ്ഞ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടാനും നല്ല ടീമിനെ കിട്ടുവാനും എനിക്ക് ഇതായി. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു അവിടെ എങ്ങനെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യും എന്നുള്ളത്. പക്ഷെ മാതാവിനെ എന്നും രാവിലെ പ്രാർത്ഥിച്ചു മുറുകെ പിടിച്ചാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാണ്ട് എനിക്ക് മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. ഞങ്ങൾക്ക് അവിടെ അടുത്തായിട്ട് ഒരു ബസിലിക്ക പള്ളിയാണ് ഉള്ളത്. അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് നടന്നു പോകാനുള്ള ദൂരത്തിലായിരുന്നു ആദ്യം ഞങ്ങൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നിടത്ത് അവിടെ പോയി
നടന്നു പോകാനും പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയ വീട് മേടിച്ചതിൻ്റെ അടുത്തും ഞങ്ങൾക്ക് നടന്നു പോകുന്ന രീതിയിൽ തന്നെ ഉള്ള പള്ളി കിട്ടി. അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അത് എന്തുവേണം ഒത്തിരി പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ കാശ് രൂപം പിടിച്ച് ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെയാണ് എനിക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യത്തെ തവണ തന്നെ കിട്ടിയെന്നുള്ളത്. എനിക്ക് അവർ പേപ്പർ അടിച്ച് തന്നപ്പോഴാണ് എനിക്ക് വിശ്വാസം പോലും ആകാത്ത രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്നുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ നാട്ടിൽ നിന്ന് വരുത്തി അവിടെ കൊടുക്കും. അവിടെ ബസിലിക്ക പള്ളിയിൽ പോയി കനേഡിയൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തവണ കൊടുത്തപ്പോൾ ഒരു കനേഡിയൻ എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് ആ പേപ്പർ മേടിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. മലയാളം അവിടെ തന്നെ എവിടെ എല്ലാവരുടെ അടുത്തും തന്നെ മാതാവിൻ്റെ കാശിരൂപം എല്ലാവരുടെയും കഴുത്തി കാണും. അതുപോലെ വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും അവിടെ ജീവിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ 3 വർഷമായിട്ട് എന്ന് ഉടമ്പടി എടുത്തോ അന്ന് തൊട്ട് ഈ ചൊവ്വാഴ്ചയിലെ ധ്യാനം ഒരിക്കലും മുടക്കിയിട്ടില്ല. ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്കകം ഞാനത് കൂടിയിരിക്കും. അതിനുള്ള നമ്മൾ എപ്പോൾ വിഷമിച്ചാലും ആ അനുഗ്രഹ പ്രാർത്ഥന അച്ഛൻ്റെ കിട്ടുമ്പം ഭയങ്കര ഒരു ആശ്വാസമാണ്. അതുപോലെ ഡെയിലി ബ്രെഡ് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് അതും കാണും. എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്നത് തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലൂടെ ആണ്. അതെല്ലാം സ്റ്റാറ്റസായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് പൈസ സഹായം ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഒരു എക്സാം എഴുതാനായിട്ട് $500 അതിന് 30,000 രൂപയുടെ ചിലവുണ്ട് ഒരു തവണ ഈ NCLEX എന്നുള്ള എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്നാണോ എക്സാം പാസ്സാവാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത തവണ ഞാൻ അടയ്ക്കേണ്ട പൈസ ഞാനത് പാവം കൊടുത്തേക്കാമെന്ന്. അത് ആദ്യമേ തന്നെ എനിക്ക് മാതാവ് എക്സാം പാസ്സാക്കി അത് അങ്ങനെ കൊടുക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. ഇങ്ങനെ എക്സാം പാസ്സാവുകയാണെങ്കിൽ ആ പൈസ ഞാൻ കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ആ എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് എന്ന് പ്രാർത്ഥിച്ചാലും അതെല്ലാം നടന്നിട്ടുണ്ട്. ഇത് ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നു തന്നിട്ടുണ്ട്. അതിനെല്ലാം മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 26-ാം തിരുവചനം. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും. അത് അനുഗ്രഹവർഷമായിരിക്കും. ഉടമ്പടി ഒരു വാഗ്ദാനമാണെന്ന് ദൈവം നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏകദേശം 2895 വാഗ്ദാനങ്ങളാണ് ഈ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീജ എന്ന ഈ സഹോദരി കാനഡയിൽ നിന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടേക്ക് ലീവ് എടുത്ത് വന്നിരിക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർക്ക് PR കിട്ടിയതും അവർക്ക് അവിടെ ഒരു വീട് ലഭിച്ചതും അതുപോലെ തന്നെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്, കുഞ്ഞുങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം, അവർക്ക് പത്രങ്ങൾ വിതരണം ചെയ്യാനുള്ള അവരുടെ സാധ്യതകൾ, ഉടമ്പടി ജീവിക്കാനും കൈമാറ്റം ചെയ്യാനും ഈശോ വരെ അനുഗ്രഹിക്കുന്ന മനോഹരമായ ഒരു സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കെയർ ടേക്കറായി കാനഡയിലേക്ക് പോയ മകളാണിത്. ഇന്ന് കുടുംബം മൊത്തമായിട്ട് അവരവിടെയാണ്. അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും സഹോദരി പറഞ്ഞതുപോലെ തന്നെ ദിവസം തുടങ്ങുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്തോടു കൂടിയാണ്. എപ്പോഴും ഡെയിലി ബ്ലെസ്സിങ്സ് അറ്റൻഡ് ചെയ്യുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ദിവ്യബലിയോടും അതുപോലെ തന്നെ എല്ലാ കുദാശകളോടും വളരെ ആത്മാർത്ഥമായി പങ്കുചേർന്നുകൊണ്ട് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾക്കെല്ലാം വാഗ്ദാനങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് സീജയും കുടുംബവും വളരെ എപ്പോഴും ഒരുങ്ങിയിരിക്കുകയാണ്. സീജ തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഇന്ന് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് വിശുദ്ധ ഉപ്പ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്. ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ, ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ വളരെ വ്യക്തമായി ഉടമ്പടി ഉപ്പിൻ്റെ പവർ എന്താണെന്ന് അച്ഛൻ നമ്മോട് വ്യക്തമായി പറയുകയുണ്ടായി. നാം എവിടെയെല്ലാം നമ്മുടെ പരിശുദ്ധമായ ഈ കാശുരൂപവും ഉപ്പും കൊണ്ടുപോകുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോ നമ്മെ സംരക്ഷിക്കുന്നതായും അവിടുത്തെ ഏറ്റുപറയാനുള്ള സാഹചര്യങ്ങളും ഈശോ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മകൾക്കുള്ള ഒരു വലിയ കടമ്പയായിരുന്നു NCLEX എക്സാം പാസ്സാവുക എന്നുള്ളത്. വലിയ ഒരു ഗ്യാപ്പിന് ശേഷം
ആ ഒരു എക്സാം ഫസ്റ്റ് ടൈമിൽ പാസ്സാകുവാനും അത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രോമിസ് കൊടുത്തു. ഇനി ഇത് സാധാരണഗതിയിൽ പെട്ടെന്ന് ഒരു അറ്റംപ്റ്റിൽ പാസ്സാകാത്തതാണ്. എനിക്ക് ആ അറ്റംപ്റ്റിൽ പങ്കെടുക്കാനുള്ള പേ ചെയ്യേണ്ട ആ ഡോളർ, ഞാൻ കനേഡിയൻ ഡോളർ പാവങ്ങൾക്കായി, ഞാൻ എൻ്റെ കുടുംബത്തിൽ ആർക്കൊക്കെയാണോ അത് എഴുതേണ്ടത് ഞാൻ അവർക്ക് വേണ്ടി പാവങ്ങൾക്ക് കൊടുക്കാമെന്നുള്ള ഒരു വലിയ പ്രോമിസ്. സക്കേവൂസിനെ പോലെ പറഞ്ഞു, ഞാൻ 4 ഇരട്ടിയായി കൊടുക്കാം, വഞ്ചിച്ചെടുത്തതല്ല, പക്ഷേ ഞാൻ 4 ഇരട്ടിയായി കൊടുക്കാമെന്നുള്ള ഒരു പ്രോമിസ് കൊടുത്തു. ഈശോ പറയുകയുണ്ടായി, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. നമുക്ക് ഭവനത്തിന് രക്ഷ കൈവരണമെങ്കിൽ എല്ലാ മാർഗങ്ങളും ഈശോ നമുക്ക് പറയുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഉടമ്പടിയോട് നമുക്ക് വിശ്വസ്തത ഉള്ളവരായിരിക്കാം. നമ്മുടെ പത്രം കൊടുക്കുകയും മകൾ പറയുകയുണ്ടായി, ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയെടുത്ത് പോയി ആദ്യം ചെയ്തത് ഞാൻ പത്രവിതരണം ചെയ്യുകയായിരുന്നു. അന്ന് തന്നെ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ സാക്ഷ്യ കൈമാറ്റം കൃത്യമായി നടക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ ഈശോ ഏറ്റുപറയുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവപിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയും. സീജ എന്ന മകളുടെ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.